ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിന് ശേഷം മെഗാ താരലേലം നടക്കാൻ പോവുകയാണ്. ഈ സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച പല ടീമുകളും അടുത്ത സീസണിൽ അടിമുടി മാറ്റങ്ങൾ ടീമിൽ വരുത്തുമെന്ന് ഉറപ്പാണ്. ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടെ എത്തി തകർന്നടിഞ്ഞ ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ്. ഇടവേളയ്ക്ക് ശേഷം കിരീടം എന്ന ഉറച്ച മോഹത്തോടെയാണ് ഈ സീസണിൽ മുംബൈ ഇറങ്ങിയത്. എന്നാൽ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയതോടെ ടീം മാനേജ്മെന്റിന് തെറ്റുപറ്റി. ടീമിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച തീരുമാനമായിരുന്നു ഇത്. ആരാധകരും സഹതാരങ്ങളും രോഹിത്തിനൊപ്പം നിന്നതോടെ ഹർദിക് ഒറ്റപ്പെട്ടു. മുംബൈയിലെ കാണികളിൽ നിന്ന് പോലും ഹർദിക്കിന് കൂവൽ നേരിടേണ്ടി വന്നു. ശക്തമായ ടീമുണ്ടായിട്ടും ഒന്നും ചെയ്യാനാവാത്ത നിരയായി മുംബൈ മാറിയത് ടീമിനുള്ളിലെ പ്രശ്നങ്ങളാണ്. ഇത്തവണ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടിൽ നിന്നും മുംബൈ രക്ഷപ്പെടുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വരുന്ന മെഗാ ലേലത്തിൽ വലിയ പൊളിച്ചെഴുത്ത് മുംബൈ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻ നായകൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കും. രോഹിത്തിനോട് വേണ്ടത്ര ആലോചന നടത്താതെയാണ് അദ്ദേഹത്തെ നായക സ്ഥാനത്തു നിന്നും നീക്കിയത്. ഇതിൽ അതൃപ്തിയുണ്ടെന്ന് രോഹിത് പരസ്യമായി തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ഈ സീസണിന് ശേഷം മുംബൈ വിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സൂര്യകുമാർ യാദവിനും ഹർദിക്കിനും കീഴിൽ കളിക്കാൻ പ്രയാസമുണ്ടെന്നും മുംബൈ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. രണ്ടുപേരുമാണ് മുംബൈ ടീമിനുള്ളിലെ സാഹചര്യം മോശമാക്കിയതെന്ന ആക്ഷേപവും ശക്തമാണ്. രോഹിത്തും സൂര്യയും ചേർന്ന് മുംബൈ ടീമിനെ രണ്ട് തട്ടുകളിലാക്കി എന്നാണ് ഹർദിക് അനുകൂലികൾ ആരോപിക്കുന്നത്. ഹർദിക്കിനും ഇവർ ടീമിൽ തുടരുന്നതിനോട് വലിയ താല്പര്യമില്ല. സ്വതന്ത്ര ശൈലിയിൽ ടീമിനെ നയിക്കാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാവി മുന്നിൽ കണ്ട് ഹർദിക്കിനെ പിന്തുണച്ച് രോഹിത്തിനെയും സൂര്യയെയും ഒഴിവാക്കാനാണ് മുംബൈ ടീം മാനേജ്മെന്റും ആഗ്രഹിക്കുന്നത്. മുംബൈയിലെ ചില സൂപ്പർ താരങ്ങളെയും നോട്ടമിടുന്നുണ്ടെന്നാണ് വിവരം. രോഹിത്തിനെയും സൂര്യയെയും ഒഴിവാക്കി പകരം KL രാഹുലിനെ ടീമിലെത്തിക്കാൻ മുംബൈ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് സൂചന. ഹർദിക്കിന്റെ അടുത്ത സുഹൃത്താണ് രാഹുൽ. നിലവിൽ ലക്നൗ സൂപ്പർ ജയന്റ്സിന്റെ നായകനായ രാഹുലിനെ മുംബൈയിലേക്ക് എത്തിക്കുക എളുപ്പമല്ലെങ്കിലും മുംബൈ ഇത്തരമൊരു നീക്കത്തിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. രണ്ട് ഓൾറൗണ്ടർമാരെയും മുംബൈ നോട്ടമിടുന്നു. ലക്നൌവിൽ നിന്ന് മാർക്കസ് സ്റ്റോൺസിനെയും ഒപ്പം കൂട്ടാൻ മുംബൈ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിവരം. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും മത്സരത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. അടുത്ത സീസണിൽ ലക്നൌ സ്റ്റോൺസിനെ നിലനിർത്താൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ മുംബൈക്ക് താരത്തെ സ്വന്തമാക്കുക പ്രയാസമായിരിക്കില്ല. ഏറെ നാളായി മുംബൈ നോട്ടമിടുന്ന താരമാണ് റാഷിദ് ഖാൻ. എന്നാൽ റാഷിദിനെ ഇതുവരെ ടീമിലെത്തിക്കാൻ മുംബൈക്ക് സാധിച്ചിരുന്നില്ല. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമാണ് റാഷിദ്. അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറെ മുംബൈയിലേക്ക് എത്തിക്കാൻ ഹർദിക്കിന്റെ ഇടപെടൽ സഹായിച്ചേക്കും. റാഷിദിനെ ഒപ്പം കൂട്ടിയാൽ മുംബൈക്ക് അത് വലിയ ഗുണം ചെയ്യും. ഈ നീക്കം നടത്തിയാൽ ഹർദിക്കിനും അത് വലിയ കരുത്താവും. എന്തായാലും വലിയ മാറ്റങ്ങൾ മുംബൈ ടീമിൽ പ്രതീക്ഷിക്കാം. ജസ്പ്രീത് ബുംറയും മുംബൈ ടീമിൽ തുടരുമെന്ന് ഉറപ്പാണ്. എന്തായാലും അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചുവരവാണ് മുംബൈ പ്രതീക്ഷിക്കുന്നത്.